നമസ്കാരം. നമുക്കിപ്പോൾ ഒരു പൈശാചികമായ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ആഗോള മാധ്യമങ്ങളെയും അഭിനവ ബുദ്ധിജീവികളെയും ഒരുപോലെ സ്തംഭിതരാക്കിക്കൊണ്ട് ഞെട്ടിച്ചു കളഞ്ഞ ഒരു വലിയൊരു കഥാപാത്രം. അതാണ് ജെഫ്രി എപ്സ്റ്റീൻ. ജെഫ്രി എപ്സ്റ്റീൻ്റെ രേഖകളെന്ന് പറയുന്നത് ഏകദേശം ഒരു 60 ലക്ഷത്തോളം ഡോക്യുമെൻറ്റ്സ് ആണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് ഇമെയിലുണ്ട്, ഫോട്ടോസുണ്ട്, വീഡിയോസുണ്ട്, അങ്ങനെ പല ഇതും ഉൾപ്പെടുന്ന ഒരു 60 ലക്ഷം രേഖകളാണ് ഇതിനകത്ത് എപ്സ്റ്റീൻ ഫയൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൽ ഏകദേശം 30 ലക്ഷം ഡോക്യുമെൻറ്റ്സ് ആണ് ഇപ്പോൾ ഓൾറെഡി അമേരിക്കൻ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ 4000-ഓളം വീഡിയോകൾ ഉൾപ്പെടുന്നുണ്ട്. ഏകദേശം ഒരു 2 ലക്ഷത്തോളം ഫോട്ടോസൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അത്രമാത്രം വലിയൊരു രേഖ സമുച്ചയമാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ രേഖകളെന്ന് പറയുന്നത്. അപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര, നമ്മളെന്ന് കണ്ടിട്ടില്ലാത്ത, ഒരു കാലത്തും കേട്ടിട്ടില്ലാത്ത ഒരു അന്താരാഷ്ട്ര ഒരു കൊടും ഭീകര കുറ്റവാളി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരുപാട് എന്താ പറയുക, ഒരു പൈശാചികമായ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. അതെല്ലാം നമുക്ക് പരമാവധി മാറ്റിവെച്ചിട്ട് ഇതിലെ ക്രോർ ഫാക്ടർ, പ്രധാനപ്പെട്ട വസ്തുതകളെക്കുറിച്ച് മാത്രം നമുക്കൊന്ന് ഇതിലേക്ക് ഓട്ടപ്രദക്ഷിണം നടത്താം. ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ചൊരു വിചിന്തനം നടത്തുന്നതിന് മുമ്പായി അയാൾ ഉൾപ്പെട്ട ഒരു വലിയൊരു പൈതൃകം, വലിയൊരു സാംസ്കാരികപരമായിട്ടുള്ള ഒരു അടിവേര് നമുക്ക് ചെകഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മൊളേക്ക് എന്ന് പറയുന്ന ഒരു ദുർമൂർത്തിയെയാണ്. ഒരു ദൈവം, പൗരാണികമായിട്ടുള്ള ഒരു ഇസ്രായേൽ ജനത തങ്ങൾക്ക് കാർഷിക അഭിവൃദ്ധിയും സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി അവർ സാർവത്രികമായിട്ട് ആരാധിച്ചിരുന്ന ഒരു മൂർത്തിയാണ്. നമ്മുടെ ഇവിടെ ചാത്തൻ മർദ്ദ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മൂർത്തിയായിരുന്നു ഈ മൊളേക്ക് എന്ന് പറയുന്നത്. മൊളേക്കിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് കാളയുടെ മുഖവും മനുഷ്യൻ്റെ ഉടലുമായിട്ടുള്ളൊരു വിചിത്രമായ ഒരു ബീഭത്സമായ ഒരു സ്വത്വത്തിൻ്റെ രൂപമായിരുന്നു മൊളേക്ക് എന്ന് പറയുന്നത്. ബൈബിളിലെ പഴയ നിയമം, അതിലെ ലേവ്യർ പുസ്തകത്തിൽ 18-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ പറയുന്നത്, നീ നിൻ്റെ സന്തതികളെ മൊളേക്കിന് അർപ്പിച്ച് ദൈവനാമത്തെ അപകീർത്തിപ്പെടുത്തരുത് എന്നൊരു വാചകം അതിനകത്തുണ്ട്. അപ്പോൾ ബിബ്ലിക്കൽ പരമായിട്ട് ആ ഒരു ആരാധനയെ അവർ എതിർക്കുന്നുവെങ്കിലും അന്നത്തെ ഗ്രാമ്യമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ജനത ഈ മൊളേക്കിനെ അങ്ങേയറ്റം പ്രീതിപ്പെടുത്തിക്കൊണ്ട് ആരാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ മൊളേക്കിനെ ആരാധിക്കുമ്പോൾ അവിടെ കുട്ടികളെയാണ് അവരുടെ മുമ്പിൽ, ആ ദൈവത്തിൻ്റെ മുമ്പിൽ പീഡിപ്പിച്ചുകൊണ്ട് ബലി കൊടുത്തുകൊണ്ടാണ് ഈ ദുർമൂർത്തിയെ പ്രീതിപ്പെടുത്തിയിരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിലെ അന്നത്തെ പൗരാണികമായ ജനത ഈ മൊളേക്കിന് ഒരു വലിയൊരു ക്ഷേത്രം പണിതുകൊണ്ട്, ഈ ഇസ്രായേലിന് പുറത്ത് വലിയൊരു ക്ഷേത്രം പണിതുകൊണ്ട് അവിടെ കൊടിയിരുത്തി ആരാധിച്ചിരുന്നു. ഈ സ്ഥലത്തിന് പേരാണ് അവർ പറയുന്നത് ഗേഹന്ന എന്നാണ്. അതായത് നരകത്തിൻ്റെ, പുതിയ നിയമത്തിൽ നരകത്തിൻ്റെ ഒരു പര്യായമായിട്ടാണ് ഗേഹന്ന. ഈ മൊളേക്കിനെ ആരാധിച്ചിരുന്ന ക്ഷേത്രത്തിൻ്റെ പേരാണ് ഗേഹന്ന. ഇത് നരകത്തിൻ്റെ ഒരു പര്യായം കൂടിയിട്ടാണ്. പക്ഷേ സോളമൻ രാജാവിനെ നമുക്കറിയാം, ഏതാണ്ട് ഒരു 700-ഓളം ഭാര്യമാരുണ്ടായിരുന്നു, 300-ഓളം വെപ്പാട്ടിമാരുണ്ടായിരുന്നു. അതാണ് സോളമൻ രാജാവ്. ഈ സോളമൻ രാജാവ് തങ്ങളുടെ ഭാര്യമാരുടെ നിർബന്ധം കൊണ്ട് അദ്ദേഹം അവിടെ ഇസ്രായേലിൽ ഈ മൊളേക്കിനെ ആരാധിക്കാൻ വേണ്ടി വലിയൊരു പടുകൂറ്റൻ ദേവാലയം പണിയുകയും പിന്നീട് വന്നിട്ടുള്ള രാജാക്കന്മാർ ഈ ദേവാലയം പൊളിച്ചു കളയുകയാണ് ചെയ്തത്.
അപ്പോൾ ഈ മൊളോക്കിൻ്റെ ആരാധന എന്ന് പറയുന്നത് കുട്ടികളെ ബലിയർപ്പിച്ചുകൊണ്ടാണ്. അത് അപ്രകാരം ചെയ്യുന്ന പക്ഷം ഇവർക്ക് വലിയൊരു ഭാഗ്യവും കരഗതമാകും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഒന്ന് ഇതുമായിട്ട് നമ്മളിപ്പോഴത്തെ ചേർത്ത് വെച്ച് നോക്കുന്നത് യുദ്ധത്തിൻ്റെ സാഹചര്യവുമായിട്ട് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുമ്പോൾ ആദ്യം ചെയ്തത് അവിടുത്തെ സ്കൂളിലെ കുട്ടികളെ നേർക്ക് ഈ മിസൈൽ വർഷിച്ചുകൊണ്ടാണ്, കുട്ടികളെ ബലിയർപ്പിച്ചുകൊണ്ടാണ് ഈ യുദ്ധം തന്നെ തുടങ്ങുന്നത്. അതൊന്ന് ചേർത്ത് വെച്ച് വായിച്ചു നോക്കുക എത്രമാത്രം ബീഭത്സമാണ് ഇവരുടെ ഉള്ളിലുള്ള ചിന്താഗതികളെന്ന്. മൊളക്കിനെ കൂടാതെ ഒരു ബാൽ എന്ന് പറയുന്നൊരു മൂർത്തിയെക്കുറിച്ചും പൗരാണികമായ രേഖകളുണ്ട്. ഏകദേശം ഒരു 3000 വർഷങ്ങൾക്ക് മുമ്പ് കാനൻ ഫിനീഷ്യൻ സംസ്കാരത്തിൽ അവിടെ ആരാധിച്ചിരുന്ന ഒരു ബാൽ എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ഇതിനൊക്കെ കുട്ടികളെ ബലി കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികളെ ബലി കൊടുത്ത് കുഞ്ഞുങ്ങളെയൊക്കെ ബലി കൊടുത്തുകൊണ്ട് ഐശ്വര്യം, അവരുടെ പ്രീതി, ഇത്തരം ദേവതകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഐശ്വര്യം സമ്പാദിക്കുക എന്ന് പറയുന്നൊരു വിചിത്രമായ ഒരു സാംസ്കാരിക പൈതൃകമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. ഈ ഒരു സാംസ്കാരിക പരിസരം നമ്മൾ മനസ്സിൽ വയ്ക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്രിനോക്രോം എന്ന് പറയുന്നൊരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ട്. കുട്ടികളെ ഭയപ്പെടുത്തി അവരെ വല്ലാതെ കണ്ട് ടോർച്ചർ ചെയ്യുമ്പോൾ, അവരല്ലേ പീഡിപ്പിക്കുമ്പോൾ അവരുടെ രക്തത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കെമിക്കലാണ് ഈ അഡ്രിനോക്രോം എന്ന് പറയുന്നത്. ഇത് ഓക്സിലേറ്റ് ചെയ്തെടുക്കുന്ന അഡ്രിനോക്രോം എന്ന് പറയുന്നത്. അതായത് ഡേവിഡ് എബ്രാഡീർ എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞനാണ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പരീക്ഷണങ്ങളും ഗവേഷണങ്ങളൊക്കെ നടത്തി ഇതിന് വൻ പ്രചാരം കൊടുത്തത്. പല ലോകപ്രശസ്തരായിട്ടുള്ള പല ആളുകളും, സെലിബ്രിറ്റികളും സിനിമാ താരങ്ങളും തങ്ങളുടെ ശരീരത്തിന് ഈ ജരാനരകൾ ബാധിക്കുന്നതിൽ നിന്ന് ഒരു പരിധിവരെ പിടിച്ചു നിർത്താനായിട്ട് ഈ അഡ്രിനോക്രോം എന്ന് പറയുന്ന ഒരു വസ്തു ഉപയോഗിക്കുന്നതായിട്ട് പരക്കെ എല്ലാവരും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഈ കുട്ടികളിൽ നിന്നാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഈ എപ്സ്റ്റീൻ്റെ ദുരൂഹതകളിലേക്ക്, ഒരു അപസർപ്പകതകളെ പോലും വെല്ലുന്ന ദുരൂഹ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ. അയാളുടെ കരീബിയൻ ദ്വീപുകളിൽ ഒന്നായിട്ടുള്ള ഒരു ലിറ്റിൽ ജെയിംസ് ദ്വീപ് അയാൾ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. ആ ദ്വീപിനകത്ത്, അതായത് ഒരു 72 ഏക്കർ വിസ്തൃതിയിലുള്ളൊരു ദ്വീപാണ്, ഒരു ഒറ്റപ്പെട്ട ദ്വീപ്. അതിനകത്ത് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും, സാനിറ്റേഷൻ, വാട്ടർ പ്യൂരിഫിക്കേഷൻ, പിന്നെ ഈ വലിയൊരു സ്വിമ്മിംഗ് പൂള്, പിന്നെ വളരെ ഉയർന്ന തരത്തിലുള്ള ലക്ഷറി വില്ലകൾ, പിന്നെ ഹെലിപാഡ് എന്ന് വേണ്ട എല്ലാവിധ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളും അയാളവിടെ ഒരുക്കി വച്ചിരുന്നു എന്നുള്ളതാണ് ഈ കരീബിയൻ ദ്വീപസമൂഹങ്ങളൊന്നായ ലിറ്റിൽ ജെയിംസ് ദ്വീപ്. ഇത് അയാൾ വിലയ്ക്ക് വാങ്ങുക ചെയ്തത്. ലിറ്റിൽ ജെയിംസ് ദ്വീപ് അയാൾ ജയിലിൽ വെച്ച് വധിക്കപ്പെടുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരണം കൈവരിക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള വിൽപ്പത്രത്തിൽ ഏകദേശം ഒരു $57.25 കോടി സമ്പാദ്യം അയാൾക്ക് ഉള്ളതായിട്ട് ഒരു അത്ഭുതപരമായ കാര്യമാണത്. അപ്പോൾ ഈ ഒരു ഐലൻഡിൽ വെച്ചിട്ടാണ് ഈ കുട്ടികളെ അയാൾ കൊണ്ടുവരികയും ഈ അതിനീചമായിട്ട് പല അന്താരാഷ്ട്ര പ്രശസ്തരായിട്ടുള്ള പല ആളുകളും അവിടെ തമ്പടിക്കുകയും ഈ കുട്ടികളെ പല വിധത്തിലും ഉപദ്രവിക്കുകയും പലവരെയും വധിക്കുകയും അനവധി പെൺകുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ ലിറ്റിൽ ജെയിംസ് ഐലൻഡിൽ ഇയാളൊരു വലിയ കൂട്ടായ്മ, പല രാഷ്ട്ര നേതാക്കന്മാരെയൊക്കെ കൂട്ടായ്മ നടത്തുകയും അവർക്ക് ഈ പറഞ്ഞ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള
അവർ ഉപയോഗിച്ചു എന്നും ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റിൻ ഐലൻഡ് സന്ദർശിച്ച ഏറ്റവും പ്രധാന വ്യക്തികളിൽ ഒരാളാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എന്ന്. അദ്ദേഹം ഈ എപ്സ്റ്റീൻ രേഖകളിൽ ഒരു 1600ഓളം സ്ഥലങ്ങളിലാണ് ഈ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പേര് എഴുതപ്പെട്ട് കാണുന്നത്. അദ്ദേഹം അവിടെ നടത്തിയ കലണ്ടർ പാർട്ടി ഞാൻ കൂടുതൽ വിസ്തരിക്കുന്നില്ല, അതിമ്ലേച്ഛകരമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ജെഫ്സ്റ്റീൻ്റെ ലോലിത എക്സ്പ്രസ്സിൽ എന്ന ഒരു പ്രൈവറ്റ് ജെറ്റ് ഉണ്ടായത് അയാൾക്ക്. അതിൽ എത്രയോ പ്രാവശ്യമാണ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പ്രൈവറ്റ് ജെറ്റിൽ എഫ്സ്റ്റീന് സഞ്ചരിച്ചിട്ടുണ്ട്. എഫ്സ്റ്റീനെ ലോലിത എക്സ്പ്രസ് എന്ന പ്രൈവറ്റ് ജെറ്റിൽ അമേരിക്കൻ പ്രസിഡന്റ് 50 പ്രാവശ്യം സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം തന്നെയാണ് ഈ എഫ്സ്റ്റീൻ ഫയൽ പുറത്തു കൊണ്ടുവരുവാൻ നിയോഗം പോലെ നിർബന്ധിതനായി തീർന്നൊരു വ്യക്തി എന്നുള്ളതാണ് ഏറ്റവും വിചിത്രകരമായ യാഥാർത്ഥ്യം. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. ഈ 2002 ന്യൂയോർക്ക് മാഗസിന് അദ്ദേഹം നടത്തിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ജെഫ്രിനെ 15 വർഷമായി അറിയാം. മികച്ച വ്യക്തിയാണ് അയാൾ. അയാളോടൊപ്പം ഉണ്ടാകുന്നത് വളരെ രസകരമാണ്. അയാൾ എന്നെപ്പോലെ സുന്ദരിയായ സ്ത്രീകളെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഈ 2002 ന്യൂയോർക്ക് മാഗസിന് ട്രംപ് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ഇദ്ദേഹം പിടിക്കപ്പെട്ടപ്പോൾ, ഈ ജെഫ്രി എപ്സ്റ്റീനെ പിടിക്കപ്പെട്ടപ്പോൾ ട്രംപ് വളരെ രസകരമായിട്ട് ഈ അഭിപ്രായം മാറ്റുകയുണ്ടായത്. അതായത്, ഇദ്ദേഹത്തെ എനിക്ക് അറിയാം, പക്ഷെ 15 കൊല്ലമായിട്ട് ഇദ്ദേഹവുമായിട്ട് ഞാൻ പിണക്കത്തിലാണ്, യാതൊരു സംസാരവും യാതൊരു ബന്ധങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് ട്രംപ് വളരെ കൗശലപൂർവ്വം നിഷേധിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും ട്രംപ് അവിടെ ചെന്നിരുന്നു. ഇത്തരം എന്തൊക്കെയോ ആഭിചാര ക്രിയകളിലും ഇത്തരം ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലുമെല്ലാം ഭാഗമായിട്ടുണ്ടാകണം. എന്തായാലും ഇത് പൊതുസമൂഹം വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണത്. ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. ഒരു അമേരിക്കൻ പ്രസിഡൻറ്റ്, അദ്ദേഹം മാത്രമല്ല, ബിൽ ഗ്രേസ്, നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ചെയർമാനായിട്ടുള്ള ബിൽ ഗ്രേസ്, അദ്ദേഹം അവിടെ ചെല്ലുന്നുണ്ട്. ഏതാണ്ട് ഒരു 16ഓളം പ്രാവശ്യമാണ് അദ്ദേഹം ലോലിത എക്സ്പ്രസ് സഞ്ചരിച്ചിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് ഒരു റഷ്യൻ യുവതിയിൽ നിന്നൊരു ലൈംഗിക രോഗം പിടിപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഈ ബിൽ ഗ്രേസിൻ്റെ ഭാര്യയായിട്ടുള്ള മെലിൻഡ കോപാകുലയായി. അവർ ഇദ്ദേഹത്തെ ഡൈവേഴ്സ് ചെയ്തുകൊണ്ട് പോവുക ചെയ്ത് പാവം ബിൽ ഗേറ്റ്സ്. ഇപ്പോൾ അയാൾ ഈ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലൊക്കെയാണ് ശ്രദ്ധനായിരിക്കുന്നത്. എന്ത് തന്നെയായാലും ബിൽ ഗേറ്റ്സിൻ്റെ കാര്യം ഏകദേശം, അതുപോലെ തന്നെ ആൻഡ്രൂ രാജകുമാരൻ, അദ്ദേഹത്തെ ഏകദേശം പുറത്താക്കി കഴിഞ്ഞു. വിചാരണയൊക്കെ തുടങ്ങി. ആൻഡ്രൂ രാജകുമാരൻ ഒരു പെൺകുട്ടി കൃത്യമായിട്ട് ആൻഡ്രൂ രാജകുമാരനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ മൊഴി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അടുത്ത ആളെന്ന് പറഞ്ഞാൽ മൈക്കിൾ ജാക്സൺ. അടുത്ത ആൾ നമ്മുടെയൊക്കെ എല്ലാവരും ആരാധ്യ പുരുഷനായിരുന്ന മൈക്കിൾ ജാക്സൺ ഈ എപ്സ്റ്റീൻ ഐലൻഡ് സന്ദർശിച്ചു എന്നുള്ളതാണ്. എന്നെയൊക്കെ ഞെട്ടിച്ചൊരു കാര്യം, റിച്ചാർഡ് ഡോക്കിൻസ്, ഞാനൊക്കെ വളരെയധികം ആരാധനയോടുകൂടി ബഹുമാനത്തോട് നോക്കിക്കണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഈ റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പരിണാമശാസ്ത്രജ്ഞനായിരുന്നു. റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ പുസ്തകങ്ങൾ, ഗോഡ് ഡെലൂഷനൊക്കെ എത്ര പ്രാവശ്യം ഞാൻ വായിച്ചു എന്ന് എനിക്കറിയില്ല. അത്രമാത്രം ഞാൻ വളരെയധികം ആരാധനയോടെ നോക്കിക്കണ്ടൊരു മനുഷ്യനാണ്. അദ്ദേഹം വരെ ഈ എപ്സ്റ്റീൻ്റെ ഈ പേക്കൂത്തുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എപ്സ്റ്റീൻ ഫയലിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. പക്ഷേ എപ്സ്റ്റീൻ ഫയലിൽ പേരുണ്ട് എന്നുള്ളതുകൊണ്ട് അവരെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തുക എന്ന് അർത്ഥമാക്കുന്നില്ല. പക്ഷേ എപ്സ്റ്റീൻ്റെ അവിടെ നടന്നുകൊണ്ടിരുന്നത്, ആ ദ്വീപ് നടന്നത് ഇപ്രകാരമുള്ള ഒരു പൈശാചികമായ പ്രവൃത്തികളായിരുന്നു, പീഡനങ്ങളായിരുന്നു എന്നുള്ളത് ഒരുപാട് പേര്, പെൺകുട്ടികൾ പിന്നീട് വന്ന്
മൊഴി കൊടുക്കുകയും ചെയ്തത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരത് ചെല്ലുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ഇയാളെ വിചാരണയ്ക്ക് വയ്ക്കുകയും പിന്നെ ആദ്യ പ്രാവശ്യം അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾ ജയിലിൽ അകപ്പെട്ട് ഇയാളെ ശിക്ഷിച്ചത് ഏകദേശം ഒരു 18 മാസത്തെ ജയിൽ ശിക്ഷയാണ് ഇയാൾക്ക് കിട്ടിയത്. അതിൽ 12 മാസം കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് അയാൾ ഊരിപ്പോരുക ചെയ്തു. അത്രമാത്രം സ്വാധീനം അയാൾക്കുണ്ടായിരുന്നു. ഇയാളെ പാർപ്പിച്ചിരുന്ന ജയിലിൽ തുറന്ന ജയിലായിരുന്നു. ഇയാൾക്ക് പകൽ സമയത്ത് പുറത്ത് നല്ലൊരു ഡീലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഈ ഇരകൾ അറിയപ്പെടാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു ആ ഡീല് സർക്കാരുമായിട്ട് അറ്റോർണി ജനറൽ അക്വസ്റ്റ ഇത് ഉടമ്പടിയാക്കിയത്. ഇദ്ദേഹത്തിന് തുറന്ന ജയിലായിരുന്നു. ഇദ്ദേഹത്തിന് പുറത്തു പോയി എല്ലാ ദിവസവും പകൽ സമയത്ത് പുറത്തു പോയി ഇയാൾക്ക് സ്വന്തം തൊഴിലിൽ ഏർപ്പെടാനുള്ള സൗകര്യം ഈ അമേരിക്കൻ സർക്കാർ നീതിന്യായ സംവിധാനം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. ഒരു ക്രിമിനൽസിന് ഇത്രമാത്രം സ്വാധീന ശേഷിയോടുകൂടി ഉള്ള ഒരു ക്രിമിനലിന് ഇത്രമാത്രം സൗകര്യങ്ങൾ, ഇത്രമാത്രം ലാളിത്യപരമായിട്ടുള്ള നിയമങ്ങൾ ഇവർക്ക് മുന്നിൽ വളയുന്ന ഒരു പ്രതിഭാസമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. പിന്നീട് വന്ന രണ്ടാമത്തെ പ്രാവശ്യം ഇയാളെ പിടിക്കുമ്പോഴാണ് ഇയാൾ ദുരൂഹ സാഹചര്യത്തിൽ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ന്യൂയോർക്ക് എയർപോർട്ടിൽ വെച്ച് ഇയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാൾ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയാണ് ചെയ്തത്. ഒരു പെൺകുട്ടി മൊഴി കൊടുക്കുന്നുണ്ട്. ഒരു പ്രധാനമന്ത്രി എന്നെ വളരെയധികം നീചമായും നികൃഷ്ടമായും എന്നെ പീഡിപ്പിച്ചു എന്നുള്ളത് അതിദയനീയമായ ആ വാക്കുകൾ നമുക്കത് ഈ എപ്സ്റ്റീൻ്റെ വീഡിയോകളിലൊക്കെ കാണാൻ സാധിക്കും. ഈ പെൺകുട്ടി പറയുന്ന ഒരു പ്രധാനമന്ത്രി, ഇത് യഹൂദ് ബാരക്, അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന യഹൂദ് ബാരക്കായിരുന്നു എന്നുള്ളത് ആണ് ഇപ്പോൾ എല്ലാവരും ഒറ്റ ശ്വാസത്തിൽ അതിനകത്ത് ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അതിനീചമായിട്ട് അത് പീഡിപ്പിച്ചു എന്നുള്ളതാണ്. എപ്സ്റ്റീൻ ഫയലിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവരെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ കൂടിയും പക്ഷെ അതൊരു മോശമായ പരാമർശത്തിലല്ല അത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഒരു പരിധി വരെ അഭിമാനിക്കാം. പക്ഷെ പേര് അതിലുണ്ട്. നമ്മുടെ പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർഷസിന്റെ പേര് അതിനകത്തുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുടെ പേര് എൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കുകയും അവിടെ വെച്ച് നൃത്തം ചെയ്യുകയും ചെയ്തു എന്നൊക്കെയാണ് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. 2017 അദ്ദേഹം ഇസ്രായേൽ സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ ഇതോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് എപ്സ്റ്റീനുമായിട്ടുള്ള ബന്ധത്തെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് കൂടുതൽ അത് വിസ്തരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ശരിയല്ല. അതിനെപ്പറ്റി അന്വേഷിക്കട്ടെ. എന്തായാലും നമ്മുടെ കേരളത്തിലെ മസാജിങ്ങിനെ പറ്റി നല്ലൊരു വിവരണമായി അത് എപ്സ്റ്റീൻ ഫയലിൽ കൊടുക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളെക്കുറിച്ചും ഇവർക്ക് ഈ ഇലക്ട്രോണിക്സ് IT മേഖലയിലുള്ള സാക്ഷരത ഉണ്ടാകേണ്ട ഒരു അനിവാര്യതയെക്കുറിച്ചും ഒക്കെ എപ്സ്റ്റീൻ ഫയലിൽ എപ്സ്റ്റീൻ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെപ്പറ്റി പറയുന്നത് വർക്കല ബീച്ചിനെ പറ്റി പറയുന്നുണ്ട്. വർക്കല ബീച്ച് അത് അയാൾ സന്ദർശിച്ചിരുന്നു. ഇതൊക്കെയാണ് കേരളവും ഇന്ത്യയൊക്കെ ആയിട്ടൊക്കെ പറ്റിയൊക്കെ. അനിൽ അംബാനി, നമ്മുടെ പ്രമുഖ വ്യവസായിയായ അനിൽ അംബാനിക്ക് ഒരു സ്വീഡിഷ് യുവതിയോ എങ്ങാട്ടും വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം അതിനകത്ത് രേഖപ്പെടുത്തി കാണണം. അനിൽ അംബാനി അദ്ദേഹത്തിൻ്റെ ഒരു ബഹുമാനപ്പെട്ട ഒരു സന്ദർശകനായിരുന്നു. അദ്ദേഹത്തിന് സാമ്പത്തിക ഉപദേശങ്ങളെല്ലാം നൽകി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും എപ്സ്റ്റീനെ സംബന്ധിച്ച് എപ്സ്റ്റീൻ ഒരു അധ്യാപക ഡാൾട്ടൺ സ്കൂൾ എന്ന് പറയുമ്പോൾ ന്യൂയോർക്കിലെ ഏറ്റവും സമ്പന്നരായ ആളുകളുടെ കുട്ടികൾ പഠിക്കുന്നൊരു വിദ്യാലയമാണ് ഡാൾട്ടൺ സ്കൂൾ എന്ന് പറയുന്നത്. ഈ പറയത്തക്ക വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഡിഗ്രി അങ്ങോട്ടുള്ളൂ അയാൾക്ക്. അപ്പോൾ ഡാൾട്ടൺ സ്കൂളിൽ അധ്യാപകനായിട്ടാണ് അയാൾ സേവനം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവുമായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് ഇയാൾ ഒരു മറ്റു കർമ്മമേഖല അധ്യാപനം എന്നുള്ള മേഖല വിട്ട് മറ്റൊരു മേഖലയിൽ സാമ്പത്തിക ഉപദേഷ്ടാവ് എന്നുള്ള മേഖലയിലേക്ക് ഇയാൾ വ്യാപരിക്കുന്നത്.
അയാളുടെ തലവര മാറ്റിയ ഒരു ബന്ധം എന്ന് പറയുന്നത് വിക്ടോറിയ സീക്രട്ട്, അന്നത്തെയൊക്കെ അതിപ്രശസ്തമായിട്ടുള്ളൊരു ബ്രാൻഡാണ് വിക്ടോറിയ സീക്രട്ട് എന്ന് പറയുന്നത്. ഈ വിക്ടോറിയ സീക്രട്ടിൻ്റെ ബ്രാൻഡിൻ്റെ ഉടമയായിട്ടുള്ള ലെക്സ് വെസ്നറുമായിട്ടുള്ള അയാളുടെ അടുപ്പം ആയിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ്റെ തലവര മാറ്റിയത്. അയാൾക്ക് സാമ്പത്തിക മേഖലയിൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകുക വഴി ഇയാൾക്ക് വലിയൊരു ഇയാളുടെ സമ്പാദ്യത്തിൻ്റെ വലിയൊരു ഭാഗവും ഈ ജെഫ്രി എപ്സ്റ്റീനെ സ്വന്തമാക്കാൻ, പവർ ഓഫ് അറ്റോർണി വഴിയൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചു. മോഡലിംഗ് രംഗത്തുള്ള ഈ സൗന്ദര്യവർദ്ധക സാധനങ്ങളും മോഡൽ സാധനങ്ങളും എല്ലാം മാർക്കറ്റ് ചെയ്യുന്ന ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു മേഖലയായിരുന്നു, ഒരു സ്ഥാപനമായിരുന്നു, വലിയ വൻകിട സ്ഥാപനമായിരുന്നു ഈ വിക്ടോറിയ സീക്രട്ട് എന്ന് പറയുന്ന ലേബൽ. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രക്രിയയ്ക്ക് ഇടയിലാണ് അദ്ദേഹം ഈ ഗിലൈൻ മാക്സ്വെത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് അടുപ്പത്തിലാക്കുകയും ഇവരെ തൻ്റെ ഭാര്യയോ കാമുകയോ എന്തൊക്കെയോ ആക്കി കൂടെ കൊണ്ടുനടക്കുന്നത്. ഗിലൈൻ മാക്സ്വെൽ എന്ന് പറയുന്ന ഈ സ്ത്രീ ഒരു മൊസാദ് ചാരയായിരുന്നു എന്ന് വ്യാപകമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവരുടെ പിതാവ് ഒരു വലിയൊരു പത്ര സ്ഥാപനത്തിൻ്റെയും മാധ്യമ സ്ഥാപനത്തിൻ്റെയും ഒക്കെ അധിപനായിരുന്നു ന്യൂയോർക്കിലേക്ക്. അപ്പോൾ ഇയാൾക്ക് സ്വത്തിൻ്റെ ശതകോടീശ്വരനായിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഗിലൈൻ മാക്സ്വെല്ലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ഈ രണ്ട് പൈശാചിക ശക്തികൾ കൂടിച്ചേർന്നപ്പോഴാണ് ഒരു വലിയൊരു പൈശാചിക പ്രവൃത്തികൾക്ക് രൂപം കൊടുത്തത് എന്നുള്ളതാണ്. എപ്സ്റ്റീൻ ഫയൽസ് പ്രധാനമായിട്ടും രണ്ട് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വിരചൂണ്ടുന്നത്. ഒന്ന്, കുട്ടികളുടെ നേർക്കുള്ള അതിനീചവും നികൃഷ്ടവുമായ പൈശാചിക കർമ്മങ്ങൾ, അവരെ കൊന്ന് ബലി കൊടുക്കുകയും അവരിൽ നിന്നുള്ള രക്തത്തിൽ നിന്ന് അഡ്രിനോക്രോം വേർതിരിക്കുകയും അവരെ മാംസം ഭക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു പൈശാചികമായ അതിഹീനമായ നികൃഷ്ടമായ ആധുനിക സാംസ്കാരിക ലോകത്തെ ഞെട്ടിച്ചതുമായിട്ടുള്ള ഒരു കർമ്മങ്ങൾ അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ്. ഇതിൽ അതിപ്രമുഖരായ ലോകത്തിലെ ജനങ്ങളുടെ ഇടയിൽ ആരാധനാമൂർത്തികളായിട്ടുള്ള അതിപ്രശസ്തരായിട്ടുള്ള ഹോളിവുഡ് താരങ്ങളും ബിൽ ഈ പറഞ്ഞ പോലെ റിച്ചാർഡ് ഡോക്കിൻസും എന്ന് പറയും മൈക്കിൾ ജാക്സൺ ആവട്ടെ അതിപ്രശസ്തരായിട്ടുള്ള ആളുകൾ, ഈ DP വേൾഡ് CEO പിന്നെ എന്ന് വേണ്ട അതിപ്രശസ്തരായിട്ടുള്ള ആളുകൾ ഇവിടെ എപ്സ്റ്റീൻ ഐലൻഡിൽ വെച്ച് ഒത്തുകൂടി എന്നുള്ളതാണ്. ഇതിൽ ആണവശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു, അതിപ്രശസ്തരായിട്ടുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ ഈ കഴിവ് തെളിയിച്ചിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, ആണവശാസ്ത്രജ്ഞന്മാർ, ഇവരെല്ലാവരും ലോകത്തിലെ എല്ലാ നേതാക്കന്മാരും പൊളിറ്റീഷ്യൻസും എല്ലാം ഒരു സ്ഥലത്ത് ഒത്തുകൂടി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന രണ്ടാമത്തെ കാര്യം. നമ്മുടെ പെട്രോളിയം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഹർദീപ് സിംഗ് പുരി ആവട്ടെ, എല്ലാവരും തന്നെ ഒരു സ്ഥലത്ത് ഒത്തുകൂടി എന്നുള്ളതാണ്. ഇതിൽ അന്താരാഷ്ട്ര ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ആർഭാടങ്ങളും സ്ത്രീകളും എല്ലാ സൗകര്യങ്ങളും ഇവരുടെ എല്ലാ ദൗർബല്യങ്ങളും മാനസികപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളെയും മുതലെടുത്തുകൊണ്ട് അത് തൃപ്തിപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഈ ജെഫ്രി എപ്സ്റ്റീൻ ഇവരെ ഒന്നിപ്പിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ നിർത്തി എന്നുള്ളതാണ് ഏറ്റവും നടക്കുന്ന കാര്യം. ഇതിലൂടെ ഏതെല്ലാം രാജ്യത്തിൻ്റെ പ്രതിരോധ രഹസ്യങ്ങളെല്ലാം പുറത്തു പോയിട്ടുണ്ട്, ഏതെല്ലാം രാജ്യത്തിൻ്റെ ആണവ രഹസ്യങ്ങളെല്ലാം കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊന്നും വ്യക്തമായിട്ട് ഒരു രൂപരേഖയുമില്ല, ഒന്നും പുറത്തു പോയിട്ടില്ല. ഇത് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി ചെറുതായി കണ്ടുകൂടാ. ഇതൊരു രാജ്യത്തിൻ്റെ, ഒരു വ്യക്തിയുടെ അല്ല, ഒരു രാജ്യത്തിൻ്റെ തന്നെ പരമാധികാരത്തെ
മറ്റുള്ള രാജ്യങ്ങളുടെ കീഴിൽ അടിയറവ് വയ്ക്കുന്ന ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഈ എപ്സ്റ്റീൻ ഫയലിലൂടെ പുറത്തു പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പാത്രീഭൂതമായിട്ട് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ എപ്സ്റ്റീൻ ഫയൽ എന്നും ചർച്ചയ്ക്ക് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ യുദ്ധം കയറി വന്നതോടുകൂടി ഇതെല്ലാം കാലക്രമേണ മുങ്ങിപ്പോവുകയത്. വേറെ നാളൊന്നും വേണ്ട, ഇതെല്ലാം തമസ്കരിക്കപ്പെടുന്നുള്ളത് കാലത്തിൻ്റെ തിരശീലയ്ക്ക് പിന്നിൽ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം തമസ്കരിക്കപ്പെടും എന്നുള്ളത് ഒരു അനിഷേധ്യമായ പരമാർത്ഥം തന്നെയാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ രാജ്യസുരക്ഷ, പല രാജ്യങ്ങളുടെയും സുരക്ഷ ഇതെല്ലാം അവിടെ വിനിമയം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ കൊടുത്തിരിക്കണം, അവിടെ അങ്ങനെ നടന്നിരിക്കണം. ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴാണ് എപ്സ്റ്റീൻ ഫയൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നും എല്ലാ ശാസ്ത്രജ്ഞന്മാരും അവിടെ ഒന്നിച്ചു ചേർന്നിരുന്നു. സിനിമാ താരങ്ങൾ, ഹോളിവുഡ് താരങ്ങൾ, ഈ പറഞ്ഞ പോലെ വൻ പ്രശസ്തരായിട്ടുള്ള സെലിബ്രിറ്റികൾ, ലോക പ്രശസ്തരായ സെലിബ്രിറ്റികൾ, അവരെ എല്ലാ മനോദൗർബല്യങ്ങളെ മുൻനിർത്തി എപ്സ്റ്റീൻ അവരെ എൻ്റർടൈൻ ചെയ്യിച്ചിരുന്നു. എപ്സ്റ്റീൻ ആര്? അവിടെയാണ് എപ്സ്റ്റീൻ എന്ത് കാര്യം? ഇതെല്ലാം അയാൾ ഒരു ശാസ്ത്രജ്ഞനാണോ? അയാൾ ഒരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു ഡിപ്ലോമാറ്റാണോ? ഒരു അംബാസഡറാണോ? ഒന്നുമല്ല. അയാൾക്കെന്ത് കാര്യം? അയാൾ അവസാനമായിട്ട് എല്ലാ ഭാഗത്തു നിന്നും ഒറ്റ ശ്വാസത്തിൽ പറയുന്നത് അയാളൊരു മൊസാദിൻ്റെ ചാരനായിരുന്നു എന്നുള്ളതാണ്. മൊസാദിൻ്റെ ചാരൻ പിടിക്കപ്പെട്ടാൽ അവർ ആസൂത്രിതമായിട്ട് തന്നെ ആ ഒരു ശബ്ദത്തെ ഉന്മൂലനം ചെയ്തിരിക്കും. അവർ എല്ലാ മൊസാദിലേക്ക് എത്താനുള്ള എല്ലാ തെളിവുകളും അവിടെ അവിടെ തകർത്തിരിക്കും അവർ. അങ്ങനത്തെ ഒരു വലിയൊരു പ്രതിഭാസം, വലിയൊരു സംഭവമാണ് ഈ എപ്സ്റ്റീൻ ഫയലിലൂടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ എപ്സ്റ്റീൻ ഫയൽ എന്നും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ആൻഡ്രൂസ് രാജകുമാരനെതിരെ നടപടി വന്നു. പല രാജ്യങ്ങളിലും പല നേതാക്കന്മാർക്കും പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇതിനെ ചൊല്ലി പല രാജ്യങ്ങളിലും പലർക്കും എതിരെ ക്രിമിനൽ നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഈ അന്താരാഷ്ട്ര രഹസ്യങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള പ്രതിരോധ രഹസ്യങ്ങളെല്ലാം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആശങ്കപ്പെടുക തന്നെ വേണം. അതാണ് ഈ എപ്സ്റ്റീൻ ഫയലിൻ്റെ ഒരു പ്രത്യേകത. ഈ ആശങ്ക എന്നും ദൂരീകരിക്കപ്പെടാൻ സാധിക്കുമോ എന്നറിയില്ല. നമ്മളെല്ലാവരും ഒരു ഭീഷണിയുടെ അടിയിലാണ് ജീവിക്കുന്നത്. അതിന് പാത്രീഭൂതമായിട്ടുള്ള എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേക വസ്തുതയാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയുന്ന പൈശാചികമായ ഹീനകർമ്മങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇതിനകത്ത് ലൈംഗിക അരാജകത്വങ്ങളെ പറ്റിയൊന്നും ഞാൻ വിസ്തരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. ഇതിൻ്റെ ബ്രീഫ്, വളരെ ചുരുങ്ങിയ ഒരു വസ്തുത മാത്രമേ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ ഇതിലൂടെ. ഇത്രയും തന്നെ ഇതിൻ്റെ ആശങ്ക പങ്കുവെച്ചു എന്നുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.